രാഹുൽ മാങ്കൂട്ടവും ഒരു പെൺകുട്ടിയും തമ്മിൽ നടത്തുന്ന ഒരു ഓഡിയോ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. ഒരു സാധാരണ സംഭാഷണമല്ലത്, അതവരുടെ ഒരു സ്വകാര്യ സംഭാഷണമാണ്. അത്തരത്തിലുള്ളൊരു സ്വകാര്യ സംഭാഷണം എന്തുകൊണ്ട് ആ പെൺകുട്ടി പുറത്തുവിട്ടു എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ കൊണ്ട് പൊറുതി മുട്ടിയിട്ട് തന്നെയായിരിക്കാം. കോഴിത്തരത്തിനൊക്കെ ഒരു അതിരി വേണമല്ലോ. മലയാളികളായിട്ടുള്ള എല്ലാവരും ഓർക്കുന്നുണ്ടാവും ഇലക്ഷൻ്റെ സമയത്ത് സുരേഷ് ഗോപിക്കെതിരെ വന്നൊരു ആരോപണം. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കെ എല്ലാവരും പരസ്യമായിട്ടാണ്, നമ്മളെല്ലാവരും കണ്ടുകൊണ്ട് നിന്നൊരു കാര്യമാണ്. ആ മാധ്യമപ്രവർത്തക ഇറിറ്റേറ്റ് ചെയ്യുന്ന ചോദ്യം ചോദിച്ചപ്പോൾ വളരെ സൗഹൃദത്തോടെ അദ്ദേഹം അവരുടെ തോളിൽ പിടിച്ചുകൊണ്ട് മാറി നിൽക്കൂ എന്ന് പറയുന്ന മട്ടിൽ അങ്ങോട്ട് തോളിൽ പിടിച്ചു മാറ്റിയിട്ട് അങ്ങോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമ്മളെല്ലാവരും മാധ്യമത്തിലൂടെ തന്നെ കണ്ടുകൊണ്ടിരുന്നൊരു കാര്യമാണ്. എന്നിട്ടും അദ്ദേഹം അവരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ടൊരു കേസുണ്ടാകുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വരെ തുനിഞ്ഞൊരു സംഭവമാണ്. ആ ഇലക്ഷന് സുരേഷ് ഗോപി ജയിക്കുമെന്ന് മലയാളികളായിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജയിപ്പിക്കാതിരിക്കാൻ ഒരു തെറ്റായ, ഒരു മോശമായിട്ടുള്ളൊരു ഇമേജ് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി മാപ്രകളും എതിർകക്ഷിക്കാരൻ ചേർന്ന് നടത്തിയ വളരെ തന്ത്രപരമായ വൃത്തികെട്ട ഒരു കളിയായിരുന്നു അത്. അതെല്ലാവർക്കും മനസ്സിലായത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം ഭൂരിപക്ഷത്തിന് ജയിച്ചു. ഇപ്പോഴും അദ്ദേഹത്തെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നവൻ കഴിഞ്ഞ ദിവസം കൂടെ കഴിഞ്ഞ ദിവസം കൂടെ പറഞ്ഞത് സത്യസന്ധനായ കള്ളൻ എന്നാണ്. അപ്പൊ കള്ളത്തരത്തിലൂടെ ജയിച്ചു എന്നാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് വിധി വൈപരീത്യം എന്ന് പറയുന്നത്. പണി നല്ല പാലും വെള്ളത്തിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. സുരേഷ് ഗോപിയെ അപമാനിക്കാൻ ശ്രമിച്ചവർക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി കിട്ടിയിരിക്കുന്നു. എന്തായാലും ഈ ഓഡിയോ ഞാനും ഇവിടെ ഒന്ന് കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് കേട്ടു നോക്കുക. തന്തയില്ലാതെ കൊച്ചു പൂവിലോട്ട് പൊട്ടി വീഴുമോ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം, മറ്റുള്ള ആളോട് പറയേണ്ട ആവശ്യമില്ല. അതന്നെ ചൂണ്ടിക്കാണിക്കും, പിന്നെ വേറെ ആര് ചൂണ്ടിക്കാണിക്കാനാണ് എനിക്കിരിക്കുന്നത്?